ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ഇൻ എ ഫ്രെയിം 1995 എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. പൈനാപ്പിൾ വെച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ പൈനാപ്പിൾ ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണങ്ങൾ അരിഞ്ഞത്, എന്താ പറയുക, അതും പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ശർക്കര കേട്ടോ. പിന്നെ എന്താ പറയുക, പൈനാപ്പിളിൻ്റെ കുറച്ച് ഇതേപോലെ കഷ്ണങ്ങളാക്കിയത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് അരച്ചെടുക്കണം. ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പൈനാപ്പിൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കൂട്ടാണ് കേട്ടോ ഇത്. തേങ്ങയും കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും വേണം കേട്ടോ. ഞാൻ ജാറിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി, നിങ്ങളത് ശ്രദ്ധിക്കണം. പച്ചമുളക് ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് പുളി, ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പൈനാപ്പിളെല്ലാം വെന്ത ശേഷം ഈ കൂട്ട് ഇതിലൊക്കെ ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഉപ്പ് ഈ നേരത്ത് കുറച്ച് കൂടുതൽ, അതായത് കുറച്ചൊരു മുന്തി നിന്നോട്ടെ. എന്ന് വെച്ചാൽ മോര് ഒഴിക്കുന്നുണ്ട് അവസാനം, അപ്പോൾ ബാലൻസ്ഡ് ആയിക്കോളും. അപ്പം കൂട്ടും ഉപ്പെല്ലാം ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. തിളയ്ക്കണ്ട, ഒരു തിള വരുമല്ലോ, അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു തിള വന്നപ്പോൾ ഞാൻ കറി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മല്ലേശ്വരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്, ബാംഗ്ലൂരിലെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം കേട്ടോ, മല്ലേശ്വരം ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ. അപ്പോൾ ഞാനിത് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എടുക്കുന്ന ടൈമിൽ, വീഡിയോ എടുക്കുന്ന ടൈമിൽ. പക്ഷേ എന്താ പറയുക, നല്ല ഇവിടെ ദിവാലി ആയതുകൊണ്ട് പടക്കമെല്ലാം പൊട്ടിച്ച് ഭയങ്കര ശബ്ദം, ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച കമ്മലുകളാണ് കേട്ടോ ഇതൊക്കെ. 3 കമ്മൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കണ്ടില്ല, ഗോൾഡ് കളർ, എൻ്റെ ഫേവറേറ്റ് ആട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന് 50 രൂപ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കെല്ലാം വലിയ വലിയ കമ്മലാട്ടോ ഇഷ്ടം. ലോങ് ഇയറിങ്സ് ഉണ്ടാവില്ല, ഹാങ്ങിങ്സ് ഉണ്ടാവില്ല, അതാണ് ഇഷ്ടം. തൽക്കാലം ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഇടാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്, വേറെ ഇല്ല. അപ്പോൾ വാങ്ങാറായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. പിന്നെ ഇതാ തലയിലുള്ള ഈ ബാൻഡ്, ഇത് ഭയങ്കര കുഞ്ഞതാട്ടോ. എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. ഇപ്പോൾ അത്യാവശ്യം ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുത് നോക്കി മേടിച്ചതാണ്. പിന്നെ ഈ 2 ക്ലച്ചസ് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ വാങ്ങി. അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ, ചായപ്പൊടി ഞങ്ങളെപ്പോഴും കണ്ണൻ ദേവൻ തന്നെയാണ് വാങ്ങാറ് കേട്ടോ, കണ്ണൻ ദേവൻ സ്ട്രോങ്. പിന്നെ തൈര്, പിന്നെ ഇതാ ഗുഡ് ലൈഫ്, പിന്നെ പരിപ്പ്. ഈ 4 സാധനങ്ങളില്ലായിരുന്നു വീട്ടിൽ, അപ്പോൾ അതും വാങ്ങി. അപ്പോൾ ഇതാ ഈ മോര് ഞാൻ കാണിക്കുന്നത്, ബാംഗ്ലൂരിൽ എന്താ പറയുക, പൊതുവേ പുളി കുറഞ്ഞ തൈരാണ് എല്ലാവരും പ്രിഫർ ചെയ്യുക കേട്ടോ. എനിക്കും പുളി കുറവുള്ളതാണ് ഇഷ്ടം. ഞാൻ ബാംഗ്ലൂരിൽ ജനിച്ച് വളർന്നുകൊണ്ടാവാം എനിക്ക് ഓവർ പുളി ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഏട്ടന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഓവർ പുളിയുള്ളത്. നല്ല പുളിയുള്ളതേ പുള്ളിക്കാരൻ കൂട്ടുള്ളൂ. ഞാനിത് കൂട്ടുമ്പോൾ ഏട്ടൻ ചോദിക്കും എന്നാൽ പിന്നെ പാല് കൂട്ടിയാൽ പോരെ എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ, അത്രയും പുളി കുറവായിരിക്കും. പക്ഷേ ഒന്നും കൂടിയും കുറച്ചുകൂടിയും പുളിയുള്ള തൈരിക്ക് തോന്നിയിട്ടുള്ളത് നന്ദിനി എന്നൊരു മോരിൻ്റെ പാക്കറ്റ് കിട്ടും, അതാട്ടോ. അപ്പോൾ ദാ നമ്മുടെ കറി ഒന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് നമുക്കൊരു കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം, അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ശരിക്കും ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നമ്മൾ അരച്ചൊഴിച്ചുല്ലോ, അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിരുന്നു. അപ്പം നമ്മൾ
തൈര് ഒഴിച്ച ശേഷം എന്നാ പറയുക കടുകിട്ട് വറുത്തതാണിത്. കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയാണ്. അപ്പോൾ അതാ ചോറ് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു.